കേരളം എൻ്റെ ഒരു ഓർമ്മയിൽ ഇത്ര സെൻസിബിളായി വോട്ട് ചെയ്ത ഇലക്ഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ മഹത്വം കൊണ്ടല്ല ഈ വിജയം, അവരുടെ മഹത്വം കൊണ്ടല്ല ഈ വിജയം. മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടും എല്ലാ തലത്തിലും സമൂഹത്തിനെതിരായി മാറുന്ന ഈ ധാർഷ്ട്യമെന്നൊക്കെ നമ്മൾ 1000 തവണ ചർച്ചകളിൽ പറഞ്ഞതാണ്. വളരെ മനുഷ്യവിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെയുള്ള വലിയ പ്രതിഷേധത്തിൻ്റെ ആകത്തുകയാണ് ഈ ഇലക്ഷൻ റിസൾട്ട്. കോൺഗ്രസിൻ്റെ സംഘടനാപരമായ പാഠവുമോ നേതൃത്വ പാഠവുമോ ക്രെഡിബിലിറ്റിയുള്ള ഒരു നേതൃത്വത്തിൻ്റെ ഒരു പെർഫോമൻസോ ആയിട്ടൊക്കെ രണ്ടാമതേ അതിനെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. കേരളത്തിൽ നിലനിന്നുള്ള സാമൂഹിക അന്തരീക്ഷത്തിന് കേരളം കൊടുത്തൊരു മറുപടിയാണ് ഈ ഇലക്ഷൻ റിസൾട്ട് എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയിരുന്നാൽ നല്ലത്. എന്ന് മാത്രമല്ല ശ്രീ സജി, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആരെയൊക്കെ വെല്ലുവിളിച്ചോ അവരൊക്കെ ജയിക്കുന്നു, അവരൊക്കെ ഉജ്ജ്വല വിജയം നേടുന്നു. UDF-നെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനത്തിലാണ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഏർപ്പെട്ടത്. UDF-നെതിരായ നിലപാടായിരുന്നു NSS ജനറൽ സെക്രട്ടറിയുടേത്. ഇവരൊക്കെ ഇനി അധികാരത്തിന്റെ ഭാഗമാകാനോ അധികാരത്തെ പുറത്തുനിന്ന് നിയന്ത്രിക്കാനോ ഒക്കെ ശ്രമിക്കും. ഇനി ഒരു മുഖ്യമന്ത്രി വന്നു കഴിയുമ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയും NSS ജനറൽ സെക്രട്ടറിയും ഒക്കെ ഉണരുന്നത് കാണാം. പക്ഷേ ഈ രണ്ട് സമുദായ നേതൃത്വത്തിന്റെയും തിട്ടൂരങ്ങൾക്ക് പുല്ലുവിലയാണ് കേരള ജനത നൽകിയത്. വളരെ 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 ശരിയായ ഒരു നിഗമനമാണത്. കാരണം ഈ രണ്ട് ശക്തികളെ, ഈ ദുഷ്ടശക്തികളെ രണ്ടേ ഇളക്കിവിട്ടത് ആരാണ്? നമുക്കറിയാമല്ലോ ആരെ ഇളക്കിവിട്ടത്. കയറ്റിക്കൊണ്ടുപോയതും അവരെ കൊണ്ട് ചില പ്രത്യേക മതവിഭാഗങ്ങളെ പുലഭ്യം പറയിപ്പിച്ചതൊക്കെ ആരാണെന്ന് നമുക്കറിയാം. വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമത്തെ കേരളം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതും കൂടി കോൺഗ്രസ്സുകാർ കാണണം. പിന്നെ നാം വളരെ സർപ്രൈസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്. മിസ്റ്റർ രാജേഷ് ഇവിടെ പറഞ്ഞതുമാതിരി 62 MLA-മാരെ ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്, നമ്മൾ അടങ്ങുന്ന പൊതുസമൂഹം തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന അവരിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാക്കാനാണല്ലോ. ആ 62 പേരിൽ ആർക്കും മുഖ്യമന്ത്രി ആവുന്നതിൽ നമുക്ക് കേരളത്തിൽ എതിർപ്പില്ല. അതിൽ സീനിയോറിറ്റിയുടെ ക്ലെയിം ഉണ്ടാവാം, പ്രവർത്തന പാഠവത്തിൻ്റെ ക്ലെയിം ഉണ്ടാവാം, ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ക്ലെയിം ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. ഇതല്ലാതെ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഇലക്ഷനിൽ MP-മാർ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വളരെ കംഫർട്ടബിളായ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ പെട്ടെന്ന് ഒരാൾ പറന്നു വരിക എന്ന് പറയുന്നത് കേരളത്തിലെ UDF-ന് വോട്ട് ചെയ്ത എല്ലാ ആളുകളോടുമുള്ള ഒരു വെല്ലുവിളിയാണ്. അവരെ കൂടുതൽ കൺഫ്യൂഷനിലാക്കുന്നതാണ്. അതൊക്കെ വലിയ അഭ്യാസമാണ്. അതൊന്നും പിന്തുണ ഉണ്ടെന്നാണ് പറയുന്നത്. നിരീക്ഷകരുടെ റിപ്പോർട്ട് അങ്ങനെയാണ്, ഹൈക്കമാൻഡിന്റെ ബോധ്യം അതാണ്. പുറത്തുനിന്നുള്ള ഒരു നേതാവിനാണ് അകത്തുള്ള നേതാക്കളെക്കാൾ സംശയാസ്പദമാണ്. അങ്ങനെ അത് നീ അകത്തുള്ള നേതാക്കന്മാരെക്കാൾ പിന്തുണ ഈ പുറത്തുള്ള നേതാക്കന്മാർക്ക് കൊടുക്കുന്ന MLA-മാരുടെ ക്രെഡിബിലിറ്റിയാണ് എനിക്ക് സംശയം. ഇവന്മാരെ എന്തിനു കൊള്ളാം? അപ്പോൾ എന്തൊക്കെയോ ഔദാര്യങ്ങൾ പറ്റിയിട്ടാണ് ഇവരൊക്കെ MLA-മാരായി നമ്മൾ വളരെ വ്യക്തമല്ലേ. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം കൂടി എനിക്ക് ഉന്നയിക്കാനുള്ളത് എൻ്റെ സംശയമാണ് കേട്ടോ. ഈ പറയുന്ന MP ആയി നിൽക്കുകയും MLA അല്ലാതാവുകയും നിൽക്കുന്ന ഒരു മൂന്നാമതൊരു വ്യക്തി ഇപ്പോൾ ഒന്ന് മത്സരിച്ചാൽ കേരളം 2 ബൈ ഇലക്ഷനിലേക്ക് പോകണ്ടേ? ഒന്ന് ആലപ്പുഴ പാർലമെന്റിലേക്ക് ബൈ ഇലക്ഷൻ വേണം. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അടിമയുടെ അസംബ്ലി മണ്ഡലത്തിൽ ഇലക്ഷൻ വേണം. അവിടെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കേരള ജനങ്ങൾ ഇയാളെ ജയിപ്പിക്കുന്നുള്ളത് എന്താണ് ഉറപ്പുള്ളത്? എന്ത് കോൺഫിഡൻസ് ആണുള്ളത്? ഒരിക്കലും വിജയിക്കില്ല എന്ന് കണ്ടിട്ടുള്ള CPM കോട്ടകൾ, ഇടതുപക്ഷ കോട്ടകളിൽ കോൺഗ്രസ്സുകാർ 20,000-വും 30,000-വും ഭൂരിപക്ഷം നേടി ജയിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. സമൂഹം മാറുന്നത് ഈ വിവരദോഷികളായ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നില്ല. സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ ഉറപ്പുള്ള ഒരു പാർലമെന്റ്, ഒരു MP കോൺഗ്രസ് നഷ്ടപ്പെടും, ഒരു MLA നഷ്ടപ്പെടും. 102 എന്നുള്ളത് 101 UDF-ന്റെ അംഗസംഖ്യ കുറയാനുള്ള സാധ്യതയും കൂടെ ഇവർ കാണുന്നില്ല. ഈ കസേരയോടുള്ള അമിതാവേശവും ആർത്തിയും അതുണ്ടാക്കാവുന്ന സാധ്യതകളും ശിങ്കിടികൾക്ക് ചെയ്തു കൊടുക്കാനുള്ള മറ്റ് ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഈ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു പോവുകയാണ്. കേരളം ഒരു ലെഫ്റ്റിസ്റ്റ് സൊസൈറ്റിയാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ CPM അല്ല കേട്ടോ, അത് അവർ തെറ്റിദ്ധരിപ്പിക്കുന്ന അങ്ങനെയല്ല. മനുഷ്യപക്ഷത്ത് നിൽക്കുകയും സെക്യുലറായി ചിന്തിക്കുകയും കമ്പാഷനേറ്റായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ലെഫ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് യുക്തിബോധം വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ അനുസരിച്ച് പ്രതികരിക്കാനുള്ള കഴിവും വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഓർമ്മിക്കുന്നത്. ഈ വരുന്ന ഇപ്പം ഡൽഹിയിൽ ഞാൻ ഇന്നലെ സംഭവിച്ചത് പുതിയ ജനറേഷൻ്റെ 2000-ന് ശേഷം ജനിച്ച പിള്ളേരുടെ ഒരു പ്രകടനം ഞാൻ കണ്ടു. അത് നിങ്ങളുടെ നമ്മുടെ ചാനലിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ കാണിക്കുന്നൊരു ആവേശം. അവർ ഈ പൊളിറ്റിക്സ് അല്ല അവർ പറയുന്നത്. അത് ഈ കേരളത്തിലെ ഈ അധികാര വടംവലി നടത്തുന്ന കോൺഗ്രസ്സുകാർക്ക് ആ പൊളിറ്റിക്സ് മനസ്സിലായിട്ടില്ലെന്നേ.
അവർ ക്വാളിറ്റേറ്റീവ് പൊളിറ്റിക്സിലേക്കാണ് പോകുന്നത്, മെറിറ്റിന്റെ പൊളിറ്റിക്സിലേക്കാണ് പോകുന്നത്. അവർക്ക് വർഗീയത പൊളിറ്റിക്സ് വേണ്ട. അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞ ഈ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒക്കെ ഒരു കൊച്ചിയിലെ മുഹമ്മദ് ഷിയാസിന്റെ വിജയം വരുന്ന തലമുറയുടെ ആദ്യമൊക്കെ ലത്തീൻ സഭയുടെ പേര് പറഞ്ഞ് അവിടെ വിരട്ടുന്നുണ്ടായിരുന്നു ഷിയാസിന്. എന്ത് സംഭവിച്ചു? ആ സഭാംഗങ്ങളിൽ ഭൂരിപക്ഷവും വോട്ട് ചെയ്ത് മുഹമ്മദ് ഷിയാസിനെ ജയിപ്പിച്ചു. ജോയി എന്ന് പറയുന്ന തിരൂര് VS ജോയി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്, ഞാൻ മതപരമായി സംസാരിക്കുകയല്ല കേട്ടോ, തിരൂര് നമ്മുടെ അടുത്തൊരു സ്ഥലമാണല്ലോ, 1000-ഓ 2000-ഓ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടെ അവിടെ ഉണ്ടോ? അദ്ദേഹം ജയിച്ച എത്ര വോട്ടിനാണ്? അപ്പം വർഗീയത പറഞ്ഞും ജാതീയത പറഞ്ഞുമുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാൻവാസിങ്ങിന് അതീതമായിട്ട് കേരളത്തിന്റെ പുതിയ സൊസൈറ്റി രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, പുതിയ തലമുറ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പുതിയ കുട്ടികൾ അങ്ങനെയാണ്. അവരെ ഇത്തരത്തിലുള്ള വിഷലിപ്തമായ മുദ്രാവാക്യങ്ങൾ കൊണ്ട് സ്വാധീനിക്കാൻ കഴിയില്ല. എൻ്റെ പൊന്നു കോൺഗ്രസ് നേതാക്കന്മാരെ, നിങ്ങളതൊന്ന് മനസ്സിലാക്ക്. അതുകൊണ്ട് ഇപ്പോൾ അശ്വേഡായ ഒരു സീറ്റും ഒരു നേതാവിനും ഇല്ല എന്നതിൻ്റെ ഏറ്റവും തെളിവല്ലേ ധർമ്മടത്ത് കണ്ടത്. 7 റൗണ്ട് വരെ CM പിന്നിൽ നിന്നില്ലേ? 50,000 ഭൂരിപക്ഷം 19,000-ലേക്ക് കുറഞ്ഞില്ലേ? തളിപ്പറമ്പിലെ ഭൂരിപക്ഷം ജയിച്ചതല്ല, തളിപ്പറമ്പിലെ ഭൂരിപക്ഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് അശ്വേഡ് സീറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സെനാറിയോയിലില്ല. അത് തലമുറ മാറി, അവർ വളരെ ക്യുക്കായി മാറ്റിക്കഴിഞ്ഞു. ഒരാൾക്കും അങ്ങനെ കുത്തകയെടുക്കാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഭയപ്പെടുത്തി വോട്ട് മേടിക്കാൻ പല രാഷ്ട്രീയക്കാരും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിപ്പോൾ എത്ര വലിയ വിഡിത്തമായിരുന്നുള്ളത് ഈ 5 ദിവസം മുമ്പ് നമ്മൾ കണ്ടു. ഈ പേടിപ്പീരൊന്നും കേരള സമൂഹത്തിൽ നടക്കില്ല. വിരട്ടും ആ ശരീരഭാഷയൊക്കെ. ഈ ഭയമായിട്ട് ചില ആളുകൾ രാഷ്ട്രീയക്കാർ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. ചില രാഷ്ട്രീയ തൊഴിലാളികൾ, അനുയായികൾ, അവർ നേതാവിനെ ഭയപ്പെടുന്നതായിട്ട് അഭിനയിക്കുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ ജോബ്. അല്ലാതെ ഉള്ളിലൊന്നും ഒരുത്തരും പേടിയില്ല. അതുകൊണ്ടാണല്ലോ ഇത്ര ശക്തമായ രീതിയിൽ ഈ കൊടുങ്കാറ്റായി ഈ വിയോജിപ്പുകൾ ഗവൺമെൻറ്റിനെതിരെ നേതാക്കന്മാർക്കെതിരെ വരുന്നത്. അപ്പോൾ ഈ മാറിയ കാലത്തിൻ്റെ മാറിയ സമൂഹത്തിൻ്റെ മൈൻഡ് സെറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയക്കാർക്ക് കഴിയുന്നില്ല. ഈ പ്ലേറ്റോ എഴുതി വെച്ചൊരു വളരെ പ്രശസ്തമായൊരു വാക്കുണ്ട് കേട്ടോ, എ കിങ് ഷുഡ് ബി എ ഫിലോസഫർ ആൻഡ് ഫിലോസഫേഴ്സ് കിങ് എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് തത്വജ്ഞാനി മാത്രമല്ല, തത്വജ്ഞാനികളുടെ രാജാവുമായിരിക്കണം. എന്ന് വെച്ചാൽ നല്ല വിവരമുള്ളവനായിരിക്കണം എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. നല്ല ഗ്രാഹ്യമുള്ളവനായിരിക്കണം, നല്ല വായനയുള്ളവനായിരിക്കണം, നല്ല പഠനമുള്ളവനായിരിക്കണം. നിർഭാഗ്യവശാൽ ഇരുമുന്നണികളിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും വിരലിൽ എണ്ണാവുന്ന അല്ലാതെ അത്രയും ആളുകൾ നമുക്ക് കാണിച്ചിടാൻ കഴിയില്ല. അവന്മാരുണ്ട്, അവർ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ ആളുകളാണ്. അവന്മാരെ സോപ്പിട്ടാൽ ഇത്ര വോട്ട് കിട്ടുമോ? ഇവനെ പാലം വലിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ? ആ ജാതിയെ ഈ മതത്തെ നമ്മുടെ ക്യാൻവാസിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഇങ്ങനെയുള്ള ഈ തട്ടിക്കൂട്ട് ഈ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് അത് എന്തുമാത്രം പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാനൊരു വലിയ ആളാണ്, ഞാൻ രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയാണ്, അല്ലെ കേരളത്തിലെ ഏറ്റവും സമുന്നതമായ ആൾ ഞാനാണ്, എന്നെ എല്ലാവർക്കും ഭയമാണെന്നൊക്കെ ധരിച്ചാൽ അത് 4 മടക്കി അവിടെ വെച്ചാൽ മതി. ആ കാലം കഴിഞ്ഞു. ജനറേഷൻ ഹാസ് ചേഞ്ച്ഡ്. ആർക്കാരെ ബഹുമാനം, ആർക്കാരെ ഭയം? ഒന്നാമത്തെ കാര്യം, ഫിയർ ഇറ്റ്സെൽഫ് ഈസ് ആൻ ഇല്യൂഷൻ. ഭയം നിന്നൊന്നും ഇല്ലെന്നേ. പേടിപ്പിച്ചാണല്ലോ പലരും കുറേ കാലം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുണ്ടോ? ഒരു ഭയമുണ്ടോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ നമ്മൾ കാണുന്നില്ലേ? അതൊക്കെ യവന്മാർക്കും ബാധകമാണ്, ഈ ഡൽഹി കിടന്ന് അടിക്കുന്നവർക്കും. അത് കൊള്ളാം. പക്ഷേ ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ ആര് നയിച്ചോ അതൊരു പൊതു ന്യായമല്ലേ? ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് നടത്തിയ ആരാണ്? ഇലക്ഷന് വേണ്ടിയിട്ടുള്ള വളരെ സ്ട്രോങ് ആയ ഡിസിഷൻസ് എടുത്ത ആരാണ്? ഇലക്ഷൻ മുന്നിൽ നിന്ന് നയിച്ചത് ആരാണ്? ആരുമായിക്കോട്ടെ, എക്സ് ഓർ വൈ. അതാണ് ശ്രീ സജിയുടെ ചോദ്യം. കാശ് മുടക്കിയത് ആരാണ്? ഓരോ നേതാക്കൾക്കും കാശ് കൊടുത്ത ആരാണ്? സ്ഥാനാർത്ഥിക്ക് കാശ് കൊടുത്ത ആരാണ്? ഇലക്ഷന് മുമ്പും ശേഷവും ഇതൊക്കെയാണ് ചർച്ചാ വിഷയം. പക്ഷെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം പ്രധാനമാണ്. ഈ കേരളം ഇതുപോലെ നല്ലൊരു ജനവിധി നൽകിയിട്ടില്ല. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് സമുദായ സംഘടനകളുടെ, മത നേതാക്കളുടെ ഒരു ശാസനയ്ക്കും ഒരു വിലയുമില്ലെന്ന് തെളിയിച്ചു. അവരുടെ എല്ലാ നേരത്തെ പ്രഖ്യാപിച്ച മാനദണ്ഡങ്ങളും ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഇത് മതേതര കേരളത്തിന്റെ വിജയമാണ്. ഇനി അധികാരത്തിനാളെത്തുമ്പോൾ അവനവന്റെ ജാതിയുടെയും മതത്തിന്റെയും സംഘടനയുടെയും പേര് പറഞ്ഞ് ഈ നേതാക്കന്മാരൊക്കെ അധികാരത്തിന്റെ അപ്പക്കഷ്ടങ്ങൾക്കായി എത്തും. ധൈര്യമുള്ള ആരെങ്കിലും കേരളം നയിക്കുന്നുണ്ടെങ്കിൽ ഇവന്മാരോട് പോയി പണി നോക്ക്, വീട്ടിലിരിക്കുമെന്ന് പറയണം.